കോഴിക്കോട് ജില്ലയിൽ UDF ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്. പേരാമ്പ്ര സീറ്റ് കോൺഗ്രസ് ലീഗിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് 100% തെറ്റാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ DCC നേതൃത്വം നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വവുമായി കാര്യം പങ്കുവെക്കും. അങ്ങനെ ഒരു ആവശ്യം തങ്ങളോടോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോടോ ഉന്നയിക്കാത്ത ഒരു വിഷയമായതുകൊണ്ട് ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ഇത്തവണ UDF സംസ്ഥാനത്തെ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന ജില്ലകളിലൊന്നാണ് കോഴിക്കോട്. നിലവിൽ കോഴിക്കോട് UDFനെ സംബന്ധിച്ച് ലീഗിൻ്റെ ഒരു സീറ്റും RMPയുടെ ഒരു സീറ്റും കൊണ്ടാണ് അവർ അഭിമാനം നിലനിർത്തുന്നത്. ഇത്തവണ അത് 10 സീറ്റായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഈ നേതൃ ക്യാമ്പിൽ നൽകിയ റിപ്പോർട്ടിൽ 8 സീറ്റുകൾ എന്നാണ് പറയുന്നത്. എങ്കിലും ഔട്ട് ഓഫ് 13 എന്ന രീതിയിലാണ് അവർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള MA റസാഖ് മാസ്റ്റർ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷയാണ് ലീഗും കോൺഗ്രസും ഒക്കെ പങ്കുവയ്ക്കുന്നത്. ഈ പ്രതീക്ഷയ്ക്കൊരു അർത്ഥമുണ്ടോ? LDF 110 എന്നൊക്കെ പറയുന്നതിനകത്ത് കോഴിക്കോട് നിന്ന് ഒരു സീറ്റ് കൂടി അധികം പിടിക്കുന്നതാണ് LDF പറയുന്നത്. അത് പിടിക്കാൻ കഴിയില്ല എന്നുള്ള തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തോടു കൂടി മനസ്സിലായല്ലോ. എല്ലാ അട്ടിമറിയും നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ അവർ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികളുണ്ടായിട്ടുണ്ട്. അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് കേരളത്തിലുടനീളം നടന്നത്, വിശേഷിച്ച കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിലെ വാർഡ് വിഭജനം എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാലിങ്ങനല്ല, മുഖദാർ സീറ്റ്. മുഖദാറിലെ വോട്ടർമാരുടെ എണ്ണം 13,000. അതേസമയം ചാലപ്പുറത്തെ വോട്ടർമാരുടെ എണ്ണത്താണ് 4-5 വാർഡുകൾ കാണുന്നേയില്ല. അപ്പം അത് സംഘപരിവാറിന് ജയിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇവിടെ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുക എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുമാത്രമല്ല, ഞങ്ങൾ തുടക്കം തന്നെ പറഞ്ഞു, വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ട്. ഒരേ നമ്പറിൽ 320-400 ആളുകളെ കാണുന്നുണ്ട്. മാറാട് 49-ാം ഡിവിഷനിൽ 49-ാം നമ്പർ വീടെന്നായിരുന്നു ഞങ്ങൾ കരുതുന്നത്. പിന്നെ ബാങ്കാണ്, സൊസൈറ്റിയാണ്. അവിടെയാണ് 320 വോട്ടർമാരെ നമുക്ക് കാണാൻ സാധിച്ചത്. പുത്തൂരിൽ, നമ്മുടെ ഏലത്തൂർ മേഖലയിലെ പുത്തൂരിൽ, അവിടെ ഒരു വീട്ടിനകത്താണ് 300 ചിലാണ് ആളുകളെ കാണുന്നത്. ഇതുപോലെ വലിയ തോതിലുള്ള ക്രമക്കേട് വോട്ടർ പട്ടികയിൽ നടത്തി. ഡീലിമിറ്റേഷനിൽ അശാസ്ത്രീയത കൊണ്ടുവന്നു. പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമം കോർപ്പറേഷനിൽ നടത്തിയിട്ടും അവർക്ക് സ്വന്തം ഭരിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ. അപ്പോൾ അത് എങ്ങനെയൊക്കെ അവർ പറഞ്ഞാലും ശരി, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. കോഴിക്കോട് ജില്ലയിൽ 13 ഔട്ട് ഓഫ് 13 എന്നാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടി നേരത്തെ പറഞ്ഞു ഞങ്ങൾ 500+ ആണെന്ന്. ഞങ്ങൾക്ക് 497 സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് UDFന് കിട്ടി. അതുമാത്രമല്ല 20 പുതിയ പഞ്ചായത്തുകൾ ലഭ്യമായി. 1000-ഓളം ജനപ്രതിനിധികൾ UDFനുണ്ട്. തീർച്ചയായിട്ടും അത് അനുകൂലമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കുകൾ വെച്ച് നോക്കിയാലും അല്ലാതെയും അത് നിയമസഭ തെരഞ്ഞെടുപ്പിന് അനുകൂലമായി. 10-ാം തീയതി നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ UDF ജനപ്രതിനിധികൾ ഒന്നിക്കുകയാണ് മുതലകുളത്ത് വൈകുന്നേരം. പിന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ സംവദിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് UDF നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് പിടിക്കും. ജില്ലാ പഞ്ചായത്ത് പിടിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട ചെറിയ വോട്ടുകൾക്കാണ്. 19 അതുപോലെ 17, 20 ഒക്കെ വോട്ടുകൾക്കാണല്ലേ നഷ്ടപ്പെട്ടത്. അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങൾ UDFനോടൊപ്പമാണ്. അതുകൊണ്ട് നേരത്തെ പിന്നെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ 100+ ആണ് തീർച്ചയായും നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ വേണ്ടി പോകുന്നത്. കോഴിക്കോടും അതിന് വലിയൊരു സംഭാവന നൽകുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ പ്രാഥമികമായി കടന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മാഷയുടെയൊക്കെ പേരിങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. മത്സരരംഗത്ത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുക അങ്ങനെ ഒരു ചിന്തയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. നമ്മളിപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷനാണ് ഞാൻ. പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ ജില്ലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ, അതായത് 13 ഔട്ട് ഓഫ് 13 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. ഇവിടുന്ന് പരമാവധി നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് പിൻബലമുണ്ടാക്കാൻ ഇവിടുന്ന് പരമാവധി സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കുക, അത് 13-ൽ 13 എന്നുള്ള ലക്ഷ്യത്തിലിരിക്കുമ്പോൾ മറ്റൊന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ. ഈ കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ യുവാക്കൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതെല്ലാം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുമാണ് അതിൽ പറയുകയും പിന്നെ അതുപോലെ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുക. അവരാണ് തീരുമാനങ്ങളൊക്കെ. അതൊന്നും നമ്മുടെ പോർട്ട്ഫോളിയോ അല്ല. അതൊക്കെ സംസ്ഥാന പ്രസിഡന്റിൽ നിക്ഷിപ്തമായ അധികാരങ്ങളാണ്.
അത് പൂർണ്ണമായും സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന് നിക്ഷിപ്തമായതാണ്. അത് അവരാണ് തീരുമാനിക്കുക ആരൊക്കെ മത്സരിക്കണം, എവിടെയൊക്കെ മത്സരിക്കണം. കൃത്യമായി എല്ലാ ഭാഗവും നോക്കിയതിന് ശേഷം ആണ് സാധാരണയിൽ നമ്മുടെ നേതാക്കന്മാർ അത് പ്രഖ്യാപിക്കാറുള്ളത്. ഒന്നുപോലും പിഴച്ചു പോയിട്ടില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇക്കാര്യത്തിലൊക്കെ വളരെ അധികം ശ്രദ്ധയോടുകൂടി കഴിഞ്ഞ നേതാക്കന്മാരുടെ മുൻഗാമികളുടെ പാത പിൻപറ്റിക്കൊണ്ട് പോകുന്ന നമ്മുടെ പ്രഗത്ഭനായ ഒരു അധ്യക്ഷനാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി കേൾക്കുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് പേരാമ്പ്ര സീറ്റ് കോൺഗ്രസ് ലീഗിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ UDF ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വവുമായി സംസാരിക്കും. ഇന്ന് വരെ അതില്ലാത്ത സ്ഥിതിക്ക് ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. 100% തെറ്റാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ DCC നേതൃത്വം നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വവുമായി കാര്യം പങ്കുവെക്കും. ഞാൻ ഇന്നലെയും നമ്മുടെ DCC പ്രസിഡന്റും ഞാനും ഒന്നിച്ചാണുള്ളത്. ഇന്നും ഇപ്പോൾ അല്പം കഴിഞ്ഞാൽ ഞാനും DCC പ്രസിഡന്റും ഒന്നിച്ച് ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പലപ്പോഴും ഫോണിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഞാനും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ DCC പ്രസിഡന്റ് തങ്ങളും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം തങ്ങളോടോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോടോ ഉന്നയിക്കാത്ത ഒരു വിഷയമായതുകൊണ്ട് ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. മുനീർ സാഹിബിനെ പോലുള്ള ഈ പരിണിതപ്രജ്ഞരായ നേതാക്കൾ മത്സരിക്കണമെന്നുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ചർച്ചകൾ വരും. അല്ല, എല്ലാം തീരുമാനിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റാണ്, സംസ്ഥാന നേതൃത്വമാണ്. സംസ്ഥാന നേതൃത്വം ആരെ അടക്കം മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി അവർ നിലപാടുണ്ടാവും. ആ നിലപാടനുസരിച്ച് പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകുക. ഈ സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് കുന്നമംഗലം അല്ലെങ്കിൽ പേരാമ്പ്ര പോലുള്ള സീറ്റുകളിലൊക്കെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ, തിരുവമ്പാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ വെച്ച് മാറുന്നത് പരിഗണിക്കുന്നില്ലെങ്കിൽ കൂടിയും സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എന്നുള്ള നമ്മുടെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിത്വമൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധിക്കും. ഇല്ല, അങ്ങനൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കൃത്യമായി പഠനം നടത്തി എല്ലാ കാര്യങ്ങളും നോക്കി ഭംഗിയായ കാര്യങ്ങൾ നിർവഹിച്ച് വരാറുണ്ട്. അങ്ങനെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അജണ്ടയിലില്ല. അതൊക്കെ നേരത്തെ ആലോചിച്ച് നമ്മളൊക്കെ എല്ലാവരുമായിട്ട് അത് ബന്ധപ്പെട്ട് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലം വരെ പോന്നിട്ടുള്ളത്. ഒരു സർപ്രൈസ് ഇത് നമ്മുടെ ലീഗിൻ്റെ ചരിത്രത്തിലില്ല. ഈ പേരാമ്പ്ര ഒഴിച്ചു നിർത്തിയാൽ, നമ്മൾ പേരാമ്പ്രയാണ് നേരത്തെ മറ്റേതെങ്കിലും സീറ്റുകൾ വെച്ച് മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഇതുവരെ ഞങ്ങൾ എത്രയോ കാലങ്ങളായി ഒന്നിച്ചാണല്ലോ പോകുന്നത് ഓരോ വിഷയങ്ങളും. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു സൂചന പോലും മുസ്ലിം ലീഗ് നേതൃത്വത്തോടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം തിരിച്ച് DCCയോടോ ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. എന്തായാലും താങ്കൾ പറഞ്ഞു മത്സരിക്കാനില്ല, സ്വാഭാവികമായിട്ടും ഇനി നേതൃത്വമായിരിക്കും നൽകുക. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ ഉത്തരവാദിത്വം ഈ ജില്ലയിൽ നിന്ന് പരമാവധി സീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. നമ്പർ 1 അതാണ്. അതിനുശേഷം മാത്രമേ ബാക്കി എന്തുള്ളൂ. പാർട്ടി നേതൃത്വം എന്ത് പറഞ്ഞാലും അച്ചടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് അതനുസരിക്കും തീർച്ചയായും. പക്ഷേ എന്നിൽ ഇപ്പം ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ജില്ലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മെയ് അവസാനം നമ്മൾ കാണുമ്പോഴും ഈ ഒരു സന്തോഷം മുഖത്തുണ്ടാവട്ടെ. MA റസാഖ് മാസ്റ്ററാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ പേരാമ്പ്ര സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അദ്ദേഹം പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അത്തരത്തിലുള്ള ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.